അതുകൊണ്ട് ദക്ഷിണായനകാലം ഒരു നിസ്സാരമായി കണക്കാക്കണ്ട. അതാണ് ഞാൻ ദക്ഷിണായനകാലം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ് അത് കർക്കിടക മാസത്തിൽ തുടങ്ങിയാണ്. അതിൻ്റെ കേമായി നിൽക്കുന്ന പ്രാർത്ഥന നടക്കട്ടെ. അത് ജീവിതത്തിൽ എന്നും ഒരു വളരെ വലിയ സമ്പാദനമായി ഒരു വലിയ ലോട്ടറി തന്നെയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഒരു സംശയമില്ല. നമസ്കാരം. കൈപ്പേശ്വരി ഗോവിന്ദമ്പുരി. ഉത്തരായനം, ദക്ഷിണായനം നമുക്കറിയാം. രണ്ടായനങ്ങളാണ് ഉത്തരായനങ്ങളും ദക്ഷിണായനങ്ങളും. ഉത്തരായനങ്ങളിലാണ് ഉത്സവങ്ങൾ, അമ്പലപ്രതിഷ്ഠകൾ, അമ്പലത്തിലെ കലശങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കപ്പെടുന്നത്. ദക്ഷിണായന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കർക്കിടക മാസം 1-ാം തീയതി തൊട്ട്, കർക്കിടകത്തിൽ രാമായണ മാസമാണ്, ചിങ്ങമാസത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയാണ്, ജന്മാഷ്ടമി വരുന്നു, കന്നിമാസത്തിൽ നവരാത്രി വരുന്നു, തുലാമാസം ദേവിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, വൃശ്ചിക മാസത്തിൽ കാർത്തിക വരുന്നു, മകരമാസത്തിൽ സംക്രമങ്ങൾ വരുന്നു എന്ന് പറയേണ്ട ഈ അങ്ങനെ നമുക്ക് ഈ ദക്ഷിണായത്തിൽ വരുന്ന 6 മാസങ്ങൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പകൽ മുഴുവൻ നന്നായി ജോലി ചെയ്യുന്നു, രാത്രി നിർബന്ധമായി റെസ്റ്റ് വേണമെന്നവരാണ്. നമ്മുടെ അകത്തുള്ള ആന്തരികമായ ഗ്രന്ഥികൾക്കും ആന്തരികമായി നിൽക്കുന്ന അവയവങ്ങൾക്കൊക്കെ റെസ്റ്റ് കൊടുത്താലാണ് നമുക്ക് നിലനിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കടം തീർക്കും, കുറേ നാളെ ഒരു ദുരിതം വന്നാലോ എന്ന് വെച്ച് സൂക്ഷിച്ചു വയ്ക്കും, ചിട്ടിയൊക്കെ കൂടും. ശരിയല്ലേ? അല്ലേ? നമ്മൾ ചെറിയ ചെറിയ ചിട്ടികളൊക്കെ കൂടും. എന്തിനാ? അല്ല ഇത്തിരി സ്വർണ്ണമൊക്കെ മരിച്ചു വയ്ക്കും. എന്തെങ്കിലും നാളെ അത്യാവശ്യം വന്നാൽ ഈശ്വര അത് എടുക്കാമല്ലോ, അല്ലെ ഒന്ന് പണയം വെക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഉത്തരായനവും ദക്ഷിണായനവും കണക്കാക്കേണ്ടത്. ദക്ഷിണായന കാലം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിനകത്ത് നമ്മൾക്ക് ബാങ്ക് ബാലൻസ് പോലെ ഈശ്വരാംശത്തെ നമുക്ക് സമ്പാദിച്ചു വെക്കേണ്ട കാലഘട്ടമാണ് ദക്ഷിണായനം. ദക്ഷിണായന കാലത്ത് എത്രമാത്രം സൽക്രിയകൾ ചെയ്തിട്ടായാലും, എത്രമാത്രം നാമജപാദികൾ ചെയ്തിട്ടാണെങ്കിലും, എത്രമാത്രം ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ടാണെങ്കിലും നമ്മളെന്താ ചെയ്യുക? നമ്മൾ കുറേ നാളത്തേക്കുള്ള നമ്മുടെ ഈശ്വരാനുഗ്രഹം നമ്മൾ സമ്പാദിച്ചു വെക്കുകയാണ്. അതാണ് ഉത്തരായന കാലത്തിൻ്റെയും ദക്ഷിണായന കാലത്തിൻ്റെയും വ്യത്യാസം. ഇപ്പോൾ ഈ കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ രാമായണ മാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമായണ മാസം എന്താ? നമ്മൾ രാമായണം വായിക്കണു, നാലമ്പല ദർശനം നടത്തുന്നു, എല്ലാ ദിവസവും വിഷ്ണു അമ്പലത്തിൽ പോകണു, നമ്മൾ ചെയ്യുന്നു. ചിങ്ങമാസത്തിലേക്ക് വന്നാൽ എന്താ? ചിങ്ങമാസത്തിൽ നമ്മൾ ആദ്യത്തെ ദിവസങ്ങൾ പുതുവർഷത്തിൻ്റേതായി നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. ചിങ്ങമാസത്തിൽ വിഷ്ണു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ. ഭഗവാൻ ശ്രീകൃഷ്ണ ജയന്തി എന്തിനുണ്ടായത്? ഭഗവാൻ തിന്മയെ നശിപ്പിച്ചിട്ട് നന്മയുടെ വിജയത്തിന് വേണ്ടിയാണ് ഭഗവാന്റെ. കന്നിയും പോയി തുലാമാസം വന്നു, കന്നിമാസം വന്നു, കന്നിമാസം നവരാത്രി എന്താ? നവരാത്രിയുടെ ഐതിഹ്യം തന്നെ ഭയങ്കരമല്ലേ. അത് കഴിഞ്ഞ് കന്നി കഴിഞ്ഞ് തുലാമാസത്തിലേക്ക് വന്നു. തുലാമാസത്തിൽ എന്താ സംഭവിക്കണേ? ഭഗവതിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മാസങ്ങളാണ്. വൃശ്ചികത്തിൽ പറയേണ്ട കാര്യമില്ല, സ്വാമി അയ്യപ്പൻ്റെ മണ്ഡലമാസ വ്രതക്കാലം തുടങ്ങുകയാണ്, സംക്രമം തുടങ്ങുകയാണ്. എന്തിനാ അത്? അതും നന്മയ്ക്കും ഐശ്വര്യത്തിനുമാണ്, ശ്രേഷ്ഠതയ്ക്കാണ്. നമ്മൾ സ്വായത്തമാക്കുക, ഈശ്വരാനുഗ്രഹം മുഴുവൻ നമ്മളിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വൃശ്ചികം കഴിഞ്ഞു ധനുമാസത്തിൽ തിരുവാതിര. ധനുമാസ തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്നു. അതുപോലെ ധനുമാസ തിരുവാതിര സകല ചരാചരങ്ങൾക്കും അനുഗ്രഹം നൽകുന്ന ദിവസമാണ്. പിന്നെ മകരമാസത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് ഉത്തരായനായി. അപ്പം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്ന ഓരോ ആചാരങ്ങളെയും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു നീണ്ട കാലത്തേക്കോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് നാളെ കഷ്ടകാലം വരുമ്പോൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അല്പം പൈസ ബാങ്കിലിട്ട് വെക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും മുഴുവൻ മാറി മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ നല്ല കർമ്മം ചെയ്ത് എടുത്തു വെക്കേണ്ട ഒരു കാലഘട്ടമാണ് ദക്ഷിണായന കാലം. നാളെ നമ്മുടെ പരമ്പരയ്ക്ക്, നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും ജനിച്ച കുട്ടികൾക്കും ഏറ്റവും അതിഗംഭീരമായി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി, ഭൗതികപരമായി നിൽക്കുന്ന സുഖങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി, ആത്മീയമായി നിൽക്കുന്ന അനുഗ്രഹം ലഭിക്കുന്നത്, ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വികാസങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടി, നല്ല ജീവിതവും നല്ല ദാമ്പത്യവും നല്ല ജോലിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സുഹൃതം, നന്മ, ഐശ്വര്യം, ഇതിൻ്റെ കാലഘട്ടമാണ് ദക്ഷിണായനം. നമുക്ക് ഇവിടെ ദക്ഷിണായനം എവിടെ, ഉത്തരായനം പലർക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസം തൊട്ട് ധനുമാസം വരെയുള്ള കാലയളവിൽ ഓരോ മാസത്തിലെ പ്രത്യേകത എടുത്താൽ പോലും ഉത്തരോത്തരം നമ്മുടെ നന്മയ്ക്ക് ആക്കം കൂട്ടുന്നതാണ്, നമ്മുടെ സുഹൃതത്തിന് ആക്കം കൂട്ടുന്നതാണ്.
അതിനകത്ത് ആദ്യം തന്നെ പറയട്ടെ, കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിലായാലും ചിങ്ങമാസത്തിലെ രോഹിണി ജന്മാഷ്ടമി എടുത്താലും അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വൈഷ്ണവാദി നാമജപാദികൾക്ക് പ്രാധാന്യം എന്ന കാലഘട്ടമാണ്. അപ്പോൾ ദക്ഷിണായന കാലത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു തവണയെങ്കിലും ഗുരുവായൂർ പോലത്തെ മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. അതുപോലെ തന്നെ കർക്കിടമാസത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പുറകെ പറയുന്നുണ്ട്. എങ്കിൽ പോലും പരമാവധി വ്യാഴാഴ്ചകളിലൊക്കെ കൃഷ്ണനെ തൊഴുതു പോകുന്നത് വളരെ കേമാണ്. മനസ്സിലാവുന്നത് എന്താ? അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ 1000 കിലോമീറ്റർ ഓടാനുള്ള ഡീസൽ നമ്മൾ അടിച്ചിടുമോ വണ്ടിക്കകത്ത്? നമുക്ക് പോകണം ഇനി. അത് നമ്മൾ അടിച്ചിട്ടാൽ മാത്രമേ യാത്ര പോകാൻ പറ്റൂ. ഇനി പമ്പുകളില്ല എന്ന് വിചാരിക്കുക. എന്ന് പറയണ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധനം സമ്പാദിച്ച് വെക്കുക എന്നും കൂടെ ഉണ്ട് നമ്മൾ. അല്ലാണ്ട് പരീക്ഷയുടെ അന്ന് രാവിലെ പോയിട്ട് ഒന്നും പഠിക്കാതെ ഭഗവതി ഞാൻ വിളക്കിൽ എണ്ണ എന്നൊക്കെ എന്നെല്ലാം ഓർമ്മിപ്പിച്ചേക്കണെന്ന് പഠിച്ചാലേ ഓർക്കുള്ളൂ. എന്നിട്ട് ഭഗവതിക്ക് പരാതി ഞാൻ തോറ്റുപോയിരുന്നു. അങ്ങനെ ആവരുത് നമ്മൾ, അതുപോലെ ആകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 6 മാസത്തേക്ക് വേണ്ടിയുള്ള സമ്പാദനമാണ്. അപ്പോൾ 6 മാസം വൈഷ്ണവ പ്രാധാന്യമായി നിൽക്കുന്ന മാസങ്ങൾ കൂടുതലായതുകൊണ്ടും വൈഷ്ണവ പ്രാധാന്യം കൂടുതലുകൊണ്ടും ഈ ദക്ഷിണായന കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും നാലമ്പലം പോകുന്നത് പോലെയൊക്കെ തന്നെ ഗുരുവായൂരൊന്ന് ദർശനം നടത്തുക. അല്ലെങ്കിൽ ഗുരുവായൂർ പോലെ തന്നെ നല്ല ഭഗവാൻ സന്നിധിയിൽ മഹാവിഷ്ണുവിൻ്റെ സന്നിധികൾ, ഇപ്പം ശ്രീ പത്മനാഭനെ തൊഴുന്നത് തിരുവനന്തപുരംകാർക്ക് നല്ലതാണ്. മധ്യകേരളത്തിലുള്ളൊരു പൂർണ്ണത്രയേശനെ തൊഴുന്നത്, അതുപോലെ തന്നെ വടക്കൻ കേരളത്തേക്ക് പോയി അവിടുത്തെ കേമ നിൽക്കുന്ന അമ്പലത്തിൽ തൊഴുന്നത് ഒക്കെ വളരെ കേമത്താണ്. അങ്ങനെയൊന്ന് ചെയ്യാം. അതുപോലെ മാക്സിമം പരമാവധി വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ ക്ഷേത്ര ദർശനം, വിഷ്ണുവിൻ്റെ, അത് ശ്രീകൃഷ്ണൻ്റെ ആവാം ശ്രീരാമൻ്റെ ആവാം നരസിംഹത്തിൻ്റെ ആവൊക്കെ അമ്പലങ്ങളിൽ പോകുന്നത് നല്ലതാണ്. അതുപോലെ ഈ 6 മാസക്കാലം കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നുണ്ട്. ആ രാമായണം പോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗംഭീരമാണ്. വിഷ്ണു സഹസ്രനാമത്തിന് കേമായിട്ടൊക്കെ ആദ്യത്തെ ഞാൻ പറയണേ ഈ പറയണ കർക്കിടകം ചിങ്ങം കന്നി കർക്കിടകം ചിങ്ങം മാസങ്ങളിലെ കാര്യം ഞാൻ പറയണേ. നിർബന്ധമായിട്ട് വ്യാഴാഴ്ചകളിലൊക്കെ വൈഷ്ണവ ദർശനങ്ങളും വൈഷ്ണവ പ്രാർത്ഥനയൊക്കെ. അത് കന്നിമാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദേവീ പ്രാധാന്യമുള്ള ചൊവ്വ വെള്ളി ദേവീക്ഷേത്രങ്ങളിൽ പോവുക. ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, ചക്കുളത്തുകാവ്, അങ്ങനെ പറയണ ആറ്റുകാൽ ഭഗവതിയുള്ള നല്ല നല്ല ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അത് വളരെ ഗംഭീരമാണ്, കേമാണ്. കന്നിമാസത്തിലേക്ക് വരും. കന്നിയും തുലാമും ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മനസ്സിലാവും. വൃശ്ചിക മാസത്തിൽ വന്ന ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിക്കാം, അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോവുക, മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ചെയ്യുക. അതൊക്കെ ധനുമാസത്തിലേക്ക് വന്നു കഴിയുമ്പോഴോ മഹാദേവ ക്ഷേത്രം ദർശനം തന്നെയാണ്. മഹാദേവൻ്റെയും ശ്രീപാർവതിയുടെയും അമ്പലങ്ങൾ പോവുക, നാമശിവായ ജപിക്കുക. അങ്ങനെയൊക്കെ അങ്ങനെ 6 മാസം കൊണ്ട് 6 മാസത്തെ കർമ്മം കൊണ്ട് നമ്മൾ 1 വർഷത്തേക്കുള്ള ഡീസൽ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, വണ്ടി ഓടുമ്പോൾ ഡീസൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ 1 വർഷത്തേക്കുള്ള ഐശ്വര്യത്തെ, ദൈവാധീനത്തെ, ദൈവാനുഗ്രഹത്തെ നമ്മൾ നേടിയെടുക്കുക എന്ന് മാത്രമല്ല നമുക്കുള്ള ദുരിതങ്ങൾ മാറുകയും കൂടെ ഉണ്ടാക്കൂടെ. ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പൈസ ഇട്ടാൽ നമ്മുടെ കടം ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദുരിതങ്ങൾ കുറയുകയും ചെയ്യും, നമ്മുടെ സുഹൃതം കൂടുകയും ചെയ്യും. അപ്പോൾ ശരിക്ക് നമ്മളത് മനസ്സിലാക്കി പ്രാർത്ഥനയോട് പോയി കഴിയുമ്പോൾ, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇന്നതൊക്കെ ചെയ്യേണ്ടത്, ഞാൻ ഇനിയും അങ്ങനെയല്ല. ഓരോ കാലത്തിനനുസരിച്ച് ഓരോ രീതികൾക്കനുസരിച്ച് പ്രാർത്ഥനാ കാര്യങ്ങൾ മാറ്റുകയും ആ കാലത്തിൻ്റെ അനുസരിച്ച് നാമജപാദികൾക്ക് വ്യത്യാസം വരുത്തുകയും ആ മാസത്തിൻ്റെ അനുസരിച്ച് നാമജപാദികൾ കൂടുക ചെയ്യുമ്പോൾ അത് ഭാവി ജീവിതം ഭാസുരമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഭാവിയിലേക്കുള്ള നന്മ ഭാസുരമാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഉത്തരായന കാലം അമ്പല ദർശനങ്ങൾക്ക് പ്രാധാന്യമാണെങ്കിൽ ദക്ഷിണായന കാലങ്ങളിൽ ഹോമങ്ങൾക്കും പൂജകൾക്കും നാമജപത്തിനുമാണ് സാധ്യതകൾ. സാധാരണ ഭക്തന്മാരായി നിങ്ങൾ നാമജപവും പൂജയും ഹോമവും ഒന്നും കഴിക്കേണ്ട, നാമം ജപിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 2 മാസം വൈഷ്ണവ കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ വിഷ്ണുവിന് പ്രാധാന്യം കൂട്ടിയ നാമജപാദികളും വ്യാഴാഴ്ച വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങളും ആണെങ്കിൽ കന്നി തുലാം മാസത്തിൽ ദേവിക്ക് പ്രാധാന്യമായിട്ട് ചൊവ്വാവെള്ളി ദേവീ ക്ഷേത്രത്തിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അവസാനത്തെ മാസങ്ങളാകുമ്പോഴത്തേക്കും മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ മാക്സിമം തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാരായണനാമജപം ധാരാളമാക്കുക. കാരണം നാരായണജപത്തിന് ലോപം വരുത്താതിരിക്കുക. ഈ 6 മാസത്തിൽ ഒരിക്കൽ മഹാക്ഷേത്രങ്ങളായി നിൽക്കുന്ന വൈഷ്ണവ ശൈവ ക്ഷേത്രങ്ങൾ 2ഉം ദർശനം നടത്താവുന്നതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദേവി മഹാത്മ്യം ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, ദേവി ഭാഗവതം വായിക്കുക. ഇതൊക്കെ വളരെ ഗംഭീരമാണ്. അതുപോലെ രാമായണ മാസം എന്തായാലും രാമായണം വായിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു 6 മാസം കൊണ്ട് ഈ പുണ്യമായ എല്ലാ പ്രവൃത്തിയും ചെയ്തങ്ങ് വെച്ച് കഴിയുമ്പോൾ അതൊരു 3 വർഷം ഓടാനുള്ള ഇന്ധനമായി നമുക്ക്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരുപാട് ദുരിതങ്ങളെയും സങ്കടങ്ങളെയും
വിഷമതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ജീവിതം നമുക്ക് തരിക മാത്രമല്ല, ഏറ്റവും പ്രാധാന്യം നമ്മുടെ കുട്ടികൾക്കാണ്, ഏറ്റവും നന്മ നമ്മുടെ മക്കൾക്കാണ്, നമ്മുടെ പരമ്പരയ്ക്കാണ്. നല്ല നല്ല ചിന്തകളുള്ള, നല്ല ബുദ്ധികളുള്ള, നല്ല ആയസ്സുള്ള, നല്ല സൗഭാഗ്യമുള്ള, നല്ല മിടുക്കന്മാരെ ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാൻ അതിഗംഭീരമാണ് ദക്ഷിണായനത്തിൽ സമ്പാദിച്ചു വയ്ക്കുന്ന ഭഗവത് അനുഗ്രഹം. അതുകൊണ്ട് ദക്ഷിണായനകാലം ഒരു നിസ്സാരമായി കണക്കാക്കണ്ട. അതാണ് ഞാൻ ദക്ഷിണായനകാലം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ് അത് കർക്കിടക മാസത്തിൽ തുടങ്ങിയാണ്. അതിൻ്റെ കേമായി നിൽക്കുന്ന പ്രാർത്ഥനകൾ നടക്കട്ടെ. അത് ജീവിതത്തിൽ എന്നും ഒരു വളരെ വലിയ സമ്പാദനമായി, ഒരു വലിയ ലോട്ടറി തന്നെയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഒരു സംശയമില്ല. അത്ര കേമാണ്, അത്ര ഗംഭീരമാണ്. കാരണം മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമോത്സവം നടത്തും. പണ്ടൊക്കെ എല്ലാ വീടുകളിലും. എന്തിനാ? ഒരു വർഷത്തേക്കുള്ള സുഹൃത. ഒരു ദിവസം ഗണപതി ഹോമോത്സവം കഴിക്കുമ്പോൾ ഒരു വർഷം സുഹൃതം കിട്ടുന്നതുകൊണ്ട് ഈ 6 മാസത്തെ ക്ഷേത്രദർശനവും നാമജപം കൊണ്ട് നിങ്ങൾ കോടിക്കണക്കിന് ഫലമല്ലേ ഉണ്ടാക്കാൻ പോണേ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദക്ഷിണായന കാലം നമ്മുടെ സമ്പാദനത്തിന്, നന്മയ്ക്ക്, നമ്മുടെ മക്കളുടെ, കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും കാരകത്വം വരണം. ദക്ഷിണായന കാലം ഇങ്ങനെ ആചരിക്കൂ. അത് വളരെ വലിയ ഒരു നന്മയുടെ കവാടമായി മാറും. നമസ്കാരം. ഗോവിന്ദം പുരി.